കർത്താവിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാം, വിശ്വാസം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ അക്രൈസ്തവനായ ഒരു സുഹൃത്ത് എന്നോടിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് കർത്താവ് യേശു വരെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളെന്ത് വിശ്വസിച്ചാലും അത് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് യേശു പറഞ്ഞെന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. അങ്ങനെ ക്രൈസ്തവ തലങ്ങളിലും വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം വിശ്വാസത്തിൻ്റെ അധ്യായമായതുകൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ അതും എത്ര പേർക്ക് മനസ്സിലായ ദൈവത്തിനെ അറിയാവുള്ളൂ. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമൊക്കെ പറഞ്ഞാൽ അത് ആർക്ക് മനസ്സിലായി എന്ന് വളരെ സംശയമാണ്. പലരും അത് നിങ്ങളുടെ മനസ്സിൽ ഒരു കാറ് കാണൂ, വീട് കാണൂ, അത് ഉറപ്പിക്കുക എന്നൊക്കെ പഠിപ്പിക്കുന്ന മരമണ്ടന്മാരായ ദൈവദാസന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്. എന്താണ് വിശ്വാസമെന്ന് ആർക്കും അറിഞ്ഞൂടാ. വിശ്വാസം ഉണ്ടെങ്കിൽ മല കടലിൽ ചെന്ന് വീഴുമെന്നും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം ഉണ്ടാവുമെന്നൊക്കെ കർത്താവ് പറയാം. അപ്പോൾ എന്തോ ഒരു വലിയൊരു സംഭവമാണെന്നുള്ളതാണ് ജനം വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതായത് എന്തോ ഒരു മാജിക്, ഒരു മാന്ത്രിക വടി. അപ്പോൾ അതാണ് ഈ വിശ്വാസം എന്നൊക്കെയാണ് ആളുകൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് ഇന്ന് വരെ ഒരുപാട് പേർക്കും അത് സംഭവം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. സത്യത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേദപുസ്തകത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. ആ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആ പ്രിൻസിപ്പിളിലാണ് മുഴുവൻ മനുഷ്യൻ്റെയും നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം ഇരിക്കുന്നത്. നമ്മളും കർത്താവുമായിട്ടുള്ള പൊക്കിൾ കൊടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പോൾ എന്താണ് വിശ്വാസം? വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു 10 മണിക്കൂറെങ്കിലും പ്രസംഗിച്ചാലും അത് തീരത്തില്ല. അതുപോലെ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ അത്രയും 10 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഏറ്റവും അവസാനം പറയേണ്ട വിഷയമാണ് ഞാൻ ഈ ആദ്യം പറയുന്നതാണ് എൻ്റെ വിശ്വാസം. എന്താണ് വിശ്വാസം? സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരം വിശ്വാസം ഇല്ലെന്ന് തന്നെയാണ്. കാരണം നമ്മൾ തമ്മിൽ എത്ര ഇതിനിടയ്ക്ക് എനിക്ക് അറിയാവുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ ചിലർ പറഞ്ഞിരിക്കുമോ എനിക്ക് ബിജുവിന് വിശ്വാസമാണെന്ന് പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഒരു 5 വർഷത്തേക്ക് നിങ്ങളുടെ വസ്തു എനിക്ക് എഴുതിത്തരാമോ? 5 വർഷം കഴിഞ്ഞ് തിരിച്ചെഴുതിത്തരാം. അത് കഴിഞ്ഞാൽ അതോടുകൂടെ വിശ്വാസത്തിൻ്റെ കാര്യം കഴിയും. പിന്നെ ആളിനെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. കാരണം അത് ചുമ്മാ പറഞ്ഞാൽ വിശ്വാസമാണെന്ന്. വിശ്വാസമൊന്നുമില്ല. വസ്തു എഴുതി തന്ന് 5 വർഷം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങളാരും നിങ്ങളുടെ വസ്തു എഴുതി എനിക്ക് തരുമെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. തന്നാൽ തിരിച്ചു തരും കേട്ടോ, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കത്തില്ല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്താണ് വിശ്വാസം? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല, പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അതെങ്ങനെയാണ്? നമുക്ക് ദൈവത്തെ വിശ്വാസമില്ല. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഒരിക്കൽ അയച്ചു തന്ന ഒരു കഥ ഞാൻ തീർച്ചയായിട്ടും അത് വായിച്ച് ഞാൻ ഇന്നും അത് മറന്നിട്ടില്ല. അതിനകത്ത് വിശ്വാസത്തെക്കുറിച്ചും ആശ്രയത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കഥ, വളരെ നല്ലൊരു മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഒരു പട്ടണത്തിൻ്റെ നടുക്ക് 2 ബിൽഡിങ്ങുകൾ തമ്മിൽ ഒരാൾ കയർ കൂട്ടിക്കെട്ടി. പല നില ഉയരത്തിൽ കൂടെയാണ്. ഒരു 2 നില ഉയരത്തിലാണെന്ന് വിചാരിച്ചോ. ആളുകളെല്ലാം ഇത് കാണാനായിട്ട് കൂടി. ഉടനെ അദ്ദേഹം ഒരു സ്ത്രീയെ തൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് അതുവഴി നടന്ന് അപ്പുറത്തെ കെട്ടിടത്തിലേക്ക് കയറി. കയറിൻ്റെ മുകളിൽ കൂടെ ബാലൻസ് ചെയ്ത് അപ്പുറത്തെ കെട്ടിടത്തിലേക്ക് കയറി. അപ്പോൾ തിരിച്ചു പോകാൻ നേരത്ത് വീണ്ടും അദ്ദേഹം ചോദിച്ചു, എനിക്ക് വീണ്ടും അങ്ങനെ തിരിച്ചു പോകാൻ കഴിയുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? ഉടനെ എല്ലാവരും കൈകൾ ഉയർത്തി.
കാരണം അവർ കണ്ടു തിരിച്ചു പോകുന്നത്. അങ്ങോട്ട് ഒരു സ്ത്രീയുമായിട്ട് നടന്ന് ആ കയറി കൂടെ 2 നില മുകളിൽ കൂടെ പോകുന്നത് അവർ കണ്ടു. അവർ പറഞ്ഞു നിങ്ങൾക്ക് കഴിയും. ഉടനെ അടുത്ത ചോദ്യം, നിങ്ങൾ ആരാണ് ഈ സ്ത്രീക്ക് പകരം ഇവിടെ കയറി വരാൻ റെഡിയായത്? ഒരൊറ്റയാളും പോയില്ല. ഇതിനാണ് ഈ വിശ്വാസത്തെ അല്ല ദൈവം പറയുന്നത്. ദൈവം പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ആ ഞാണിന്മേൽ കളിയിൽ കർത്താവ് വിളിക്കുമ്പോൾ കർത്താവിനോട് കൂടെ കയറി കർത്താവ് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന ആ ഒരു ഇതിനെയാണ് യഥാർത്ഥത്തിൽ വേദോസം ഉദ്ദേശിക്കുന്ന ആ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് വിശ്വാസമുള്ള ഒരാൾ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും കഴിയുന്നത്. അബ്രഹാമിനോട് ഊര് വിട്ട് പോകാൻ പറഞ്ഞു. അബ്രഹാം ചിന്തിച്ചില്ല. അബ്രഹാം പോയി. അവിടെ ചെന്ന് എന്ത് സംഭവിക്കും അറിയില്ല. പക്ഷെ അബ്രഹാം ഒന്നും ചിന്തിക്കാതെ യാത്ര ചെയ്തു. അതുപോലെയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം എന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞ പോലെ, സർവശക്തനായ ദൈവം, നമ്മളാരും കണ്ടിട്ടില്ലാത്ത ദൈവം, ആ ദൈവത്തിൽ കണ്ടതുപോലെ ഉള്ള വിശ്വാസം, യാതൊരു സംശയമില്ല. ദൈവം എന്തു പറഞ്ഞാലും കണ്ണടച്ച് ചെയ്യുവാൻ കഴിയുന്ന വിശ്വാസം, ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വലിപ്പത്തിൽ, ദൈവത്തിൻ്റെ സർവജ്ഞാനം, സർവശക്തി, തൻ്റെ സർവവ്യാപിത്വം, തൻ്റെ നിത്യത എന്നുള്ള ദൈവത്തിൻ്റെ സർവഗുണങ്ങളിലും ഉള്ള വിശ്വാസം മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസം എല്ലാവർക്കുമുണ്ട്. മിക്കവാറും ഭൂരിപക്ഷം പേർക്കും, ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കൊക്കെ ഈ വിശ്വാസമുണ്ട്. എന്നാൽ വേദോസം പറയുന്ന വിശ്വാസം അതല്ല. കാരണം അവിടെ പറയുന്നുണ്ട് സാത്താനും പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തെ അല്ല, അതായത് ദൈവത്തിൻ്റെ ക്വാളിറ്റികൾ, ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ക്വാളിറ്റികൾ ഇന്നതൊക്കെയാണ് എന്ന് പറയുന്ന വിശ്വാസത്തെ അല്ല വേദോസം നമ്മൾക്ക് പറഞ്ഞു തരുന്ന വിശ്വാസം. വേദോസം നമുക്ക് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്, ആ ഞാണിമേൽ നിന്ന് വിളിച്ചപ്പോൾ ഇറങ്ങി വരുവാൻ അവൻ്റെ മണ്ടയ്ക്ക് കയറി തന്നെത്താൻ ആ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഞാണിന്മേൽ കളിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചു വിട്ടുകൊടുക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതായത് നമ്മെ തന്നെ മുഴുവനായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ ദൈവം വലിയവനാണെന്നും വല്ലഭനാണെന്നും സർവ്വവ്യാപിയാണെന്നും സർവജ്ഞാനിയാണെന്നും സർവശക്തനാണെന്നും ഒന്നും വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് താഴെ റോഡിൽ നിന്ന് നിനക്കങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടേ ഉള്ളൂ. ആ വിശ്വാസത്തിന് നമ്മളെ രക്ഷയിലേക്ക് നടത്താൻ കഴിയില്ല. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയാൽ അങ്ങ് നീണ്ടുപോകുമെന്നുള്ള ഭയത്തിലാണ് ഞാനിരിക്കുന്നത്. പക്ഷെ അത് സിമ്പിളായിട്ട് പറഞ്ഞു നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ മാത്രം വിശ്വാസത്തെക്കുറിച്ച് വീണ്ടും ആഴമേറിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം എന്താണെന്ന് മനസ്സിലാക്കുന്ന മാത്രമല്ല, അത് പിശാചുക്കൾക്കും ആ ഒരു വിശ്വാസമുണ്ട്. സാത്താനുള്ള വിശ്വാസം പോലും പല മനുഷ്യർക്കും ഇല്ല എന്നുള്ളത് വലിയ സങ്കടകരമാണ്. യേശു ഇന്നും രോഗികളെ സൗഖ്യമാക്കുമെന്നോ ഇന്നും വിടുവിക്കുമെന്നോ ഒന്നും വലിയൊരു ശതമാനം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പുരോഹിതന്മാരിലും ഒരു 80% ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ വിശ്വാസമെന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയത്വമാണ്. അപ്പോൾ ഞാൻ വിശ്വാസത്താലുള്ള അത്ഭുതങ്ങൾ വിശ്വസിച്ചാൽ, അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചാൽ ഈ മല അവിടെ നിന്നിളകി അത് കടലിലേക്ക് പോയി വീഴും. ഞാൻ വിശ്വസിച്ചാൽ, ദൈവത്തെ വിശ്വസിച്ചാൽ അത് പറന്നു പോകുമോ? അതെങ്ങനെയാണ് പോകുന്നത്? എൻ്റെ വിശ്വാസത്തിന് ഇതിനെ പറിച്ചെടുത്ത് കളയാനുള്ള ശക്തിയുണ്ടോ? വേദോസ്തവം അങ്ങനെ ഒരു ഭാഷയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കൊരിക്കലും നമ്മുടെ ശക്തി കൊണ്ട് ഒരു പാറയും അല്ലെങ്കിൽ ഒരു പർവ്വതത്തിനെയും കടലിൽ കൊണ്ട് കളയാൻ കഴിയില്ല.
ഞാൻ കൈവച്ചത് കൊണ്ട് ഒരു രോഗിയും സൗഖ്യമാകത്തില്ല. അതൊരു വലിയ സത്യമാണ്. പിന്നെ എങ്ങനെയാ സംഭവിക്കുന്നത്? ദൈവം എൻ്റെ വിശ്വാസത്തെ അറിയുന്നു. അതെങ്ങനെയാണ് ദൈവം എൻ്റെ വിശ്വാസത്തെ അറിയുന്നത്? നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. യേശുവിനെ നിങ്ങളുടെ കർത്താവായി സ്വീകരിച്ചു. കർത്താവെ, ഞാൻ എൻ്റെ ജീവിതം എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ മരിച്ചു, ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്ഥാനപ്പെടുന്നു. പിന്നെ നിങ്ങൾ ക്രിസ്തീയ ജീവിതം തുടങ്ങുകയാണ്. ആ ക്രിസ്തീയ ജീവിതം തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്കറിയാം, യേശു സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ സ്ഥാനപ്പെട്ട് യേശു പോയപ്പോൾ ആദ്യം യേശു പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ജീവിതകാലം മുഴുവൻ ദൈവം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നമ്മുടെ ചിന്ത, പ്രവൃത്തി എല്ലാം കർത്താവ് നോക്കിയാണ്. പലപ്പോഴും ദൈവം നമ്മളെ പരീക്ഷിക്കുന്നുണ്ട്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് ലോകത്തെല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. അതൊക്കെ പറഞ്ഞു പോയാൽ മണിക്കൂറുകളെടുത്തു പോകും. പക്ഷേ അതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതുപോലെ ദൈവം നമ്മളെയും എന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, നമ്മൾ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? സ്വന്തം പ്രവൃത്തികളിലാണോ ആശ്രയിക്കുന്നത്? ആസയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ആസ തൻ്റെ രോഗത്തിൽ യഹോവയല്ല വൈദ്യനെ അത്ര ആശ്രയിച്ചത്. അപ്പോൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടെ ആശ്രയിക്കുന്നത്. മരുന്ന് കഴിക്കുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ. പക്ഷെ നിങ്ങളുടെ ആശ്രയം ഡോക്ടറിലാണെങ്കിൽ അത് തെറ്റാണ്, അത് പാപമാണ്. ഇല്ല, ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ദൈവം എന്നെ അദ്ദേഹത്തിൽ കൂടെ പ്രവർത്തിച്ച് എന്നെ സൗഖ്യമാക്കും എന്ന് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ആ മനുഷ്യനിലൂടെ പ്രവർത്തിച്ച് നമ്മളെ സൗഖ്യമാക്കുകയും ചെയ്യും. അപ്പം വിശ്വാസം എപ്പോഴും ഏത് കാര്യത്തിലും ദൈവത്തിലായിരിക്കണം. എനിക്ക് ജോലിയുണ്ട്, ആ ജോലിയിലാണ് എൻ്റെ ആശ്രയമെങ്കിൽ ദൈവത്തിന് അത് വിശ്വാസമായിട്ട് എടുക്കാൻ കഴിയില്ല. നാളെ ജോലിയില്ല, അപ്പോഴും ഇതേ മെൻറ്റാലിറ്റിയിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ എനിക്ക് വിശ്വാസമുണ്ടെന്ന് ദൈവം മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ ദൈവം ഒരു ദിവസം പറയുകയാണ്, എനിക്ക് നിന്നെ വിശ്വാസമാണ്. തൻ്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരാൻ മടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അതാണ് വിശ്വാസം. അബ്രഹാം വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? ഈ പൈതലിൽ നിന്ന് എനിക്ക് തലമുറയെ തരുമെന്ന് ദൈവം പറഞ്ഞത് അബ്രഹാം വിശ്വസിച്ചു. ഇസ്മായിലിനെ പറഞ്ഞു വിട്ടപ്പോൾ ദൈവം പറഞ്ഞില്ല, ഈ ഇസഹാക്കാണ്, ആ ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതി ഇവിടെ പരക്കാൻ പോകുന്നത്. ദൈവം പറഞ്ഞത് അബ്രഹാം വിശ്വസിച്ചു. കത്തി എടുത്തപ്പോഴും അബ്രഹാം വിശ്വസിച്ച എന്താണെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അബ്രഹാം വിശ്വസിച്ചു. മരിച്ചവനെ തിരിച്ചു കിട്ടുമെന്നാണ് അബ്രഹാം. കഴുത്ത് മുറിച്ച് രണ്ടായിട്ട് മാറ്റിയാലും ആ കഴുത്ത് ഒരുമിച്ച് ചേർന്ന് വന്ന് അവൻ എഴുന്നേറ്റിരിക്കുകയും അവനിൽ കൂടെ സന്തതി ഉണ്ടാകുകയും ചെയ്യും തന്നെയാണ് അബ്രഹാം വിശ്വസിച്ചത്. ആ വിശ്വാസം വന്നത് 50-ാമത്തെ വയസ്സിൽ തലമുറയെ കൂടെ, അല്ലെങ്കിൽ 75-ാം വയസ്സിൽ തലമുറയെ കൊടുത്തിരുന്നെങ്കിൽ ആ വിശ്വാസം വരത്തില്ല. എന്നാൽ എല്ലാ ഹോപ്പും ഇല്ലാത്ത 100-ാം വയസ്സിൽ ദൈവം കൊടുത്തപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഈ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. അബ്രഹാം ദൈവം പറഞ്ഞത് മുഴുവനായിട്ട് അനുസരിച്ചെന്ന് മാത്രമല്ല, ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ചുകൊണ്ടാണ് അബ്രഹാം അനുസരിച്ചത്. അപ്പോൾ ദൈവത്തിന് അബ്രഹാം ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് മനസ്സിലായപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അവൻ അനുഗ്രഹമാണ് ക്രിസ്തുയേശുവിൽ കൂടി ഇന്ന് നമുക്ക് പോലും ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം വിശ്വസിച്ച് എനിക്ക് വിശ്വാസമുണ്ടെന്ന് ദൈവത്തിന് വിശ്വാസം വന്നാൽ ഞാൻ പറയുന്ന കാര്യം ദൈവം ചെയ്തു തരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഞാൻ രോഗികളുടെ മേൽ കൈവച്ചാൽ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസം, ദൈവത്തോടുള്ള എൻ്റെ വിശ്വാസം ഞാൻ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് എൻ്റെ വിശ്വാസത്തിൽ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പൂർണ്ണമായി ഉറപ്പുണ്ടെങ്കിൽ
നാളുകൾ നീണ്ട് ദൈവം എന്നെ പരീക്ഷിച്ച് എൻ്റെ വിശ്വാസം ശരിയാണെന്ന് ദൈവത്തിന് ഉറപ്പാകുമെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു തരും. അപ്പോൾ ഞാൻ അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഞാൻ ഒരിക്കലും ചോദിക്കുന്ന BMW കോടികളുടെ സമ്പത്തൊന്നും ആയിരിക്കത്തില്ല. ഞാൻ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം, എനിക്ക് യേശുവിനെ വേണം. എനിക്ക് കൂടുതൽ യേശുവിനെ വേണം. എനിക്ക് യേശുവിനെ മാത്രം മതി. കോടികളുടെ സമ്പത്തായിരിക്കത്തില്ല എന്ന് ചോദിക്കുന്നത്. കോടികളുടെ സമ്പത്ത് ചോദിക്കുന്നവനെ ദൈവത്തിന് അറിയാം അവന് എന്തുമാത്രം വിശ്വാസമുണ്ടെന്ന്. കാറും മോട്ടോർ ബൈക്കൊന്നും ചോദിക്കേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. ചോദിക്കും തെറ്റാണെന്ന് ദിവസം പഠിപ്പിക്കുന്നുമില്ല. BMW സൈക്കിളിൽ പോകുന്ന ഒരാൾ BMW ചോദിച്ചാൽ തീർച്ചയായിട്ടും തെറ്റാണ്. അത് വേദവസം പറയുന്നുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക് മക്കൾക്ക് ഉൾപ്പെടെ ഒരു സാധാരണ കാർ ചോദിച്ചാൽ അത് തെറ്റാണെന്ന് ഞാൻ പഠിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷേ യഥാർത്ഥ വിശ്വാസം അതല്ല. യഥാർത്ഥ വിശ്വാസം കർത്താവേ അങ്ങ് ആ കയറിക്കൂടെ നടക്കുമ്പോൾ എന്നെ കൂടെ എടുത്തുകൊണ്ട് നടക്കണേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതാണ്. അങ്ങനെ എന്നെ തന്നെ ഏറ്റവും അപകടകരമായ വിഷയമാണ്. ഒന്ന് തെറ്റിയാൽ തീർന്നു, പിന്നെ ഒന്നുമില്ല, ആളും ഇല്ല, ഞാനും ഇല്ല. അങ്ങനെ വിശ്വസിക്കുവാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ തന്നെ ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ചോദിക്കാതെ തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അബ്രഹാമിനെ അനുഗ്രഹിച്ച അതേ അനുഗ്രഹത്താൽ ചോദിക്കാതെ നമുക്ക് സകലത തരുന്ന, ഞാൻ യേശുവിനെ കൂടുതൽ ചോദിക്കുമ്പോൾ, എനിക്ക് യേശുവിനെ മാത്രം മതി എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതും അതിലധികവും അപ്പൻ എന്നുള്ള നിലയിൽ ദൈവം നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഇന്ന് വരെ ദൈവം അങ്ങനെ അനുഗ്രഹിച്ച ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുണ്ട്. അനേക വിദ്യാഭ്യാസം ഒരുപാടുണ്ടായിട്ടും, ഒരുപാട് കഴിവുകളുണ്ടായിട്ടും, ഒരുപാട് കോടികളുടെ സ്വത്തുണ്ടായിട്ടും ഇതിലൊന്നും ആശ്രയിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരൊന്നും ദരിദ്രവാസികളായിട്ട് ജീവിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ദൈവം അവരെയൊക്കെ അതാത് സ്ഥാനങ്ങളിൽ, ഒരുപക്ഷെ അന്ന് എന്തായിരുന്നോ ആ സ്ഥാനത്തിരുന്നിരുന്നെങ്കിൽ അവർക്ക് ലഭിക്കാമായിരുന്ന നന്മകളെക്കാളൊക്കെ അധികം കൊടുത്ത് ദൈവം അവരെ നടത്തുന്നത് ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാരണം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചൂതാടിയിട്ടുണ്ടോ? കർത്താവ് എന്ത് പറഞ്ഞാലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ കഴിയും, നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഞാനിവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ നിങ്ങൾ എന്തുമാത്രം വിശ്വസിക്കുന്നു? ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ദൈവത്തെ ഉപയോഗിക്കുന്നവരാണോ? അതോ കർത്താവിന് വേണ്ടി ഞാണിന്മേൽ കളിയിൽ പോകുവാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ കർത്താവിന് അതറിയാം. ഒരു യോശുവ ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണ്. ആ യോശുവയെ ദൈവം പറഞ്ഞ കാര്യം, ഇന്നു മുതൽ ഇസ്രായേൽ കാണുക, ഞാൻ നിന്നെ വലുതാക്കും. ഓരോ ദിവസവും യോശുവ അത്ഭുതങ്ങളെ കണ്ടു. യോശുവയുടെ കൂടെ ദൈവം ഇരുന്ന് ദൈവം യോശുവയെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് പോലെ മോശയെ ദൈവം വിശ്വസിച്ചു. മോശയുടെ പ്രവൃത്തികളോട് കൂടെ ഇരുന്ന് ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. യോശുവ പറഞ്ഞപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ അത് സ്ഥാനങ്ങളിൽ ദൈവം സ്റ്റേഷനറി ആയിട്ട് നിർത്തി. അതൊക്കെ ശാസ്ത്രം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒന്നും പൊഴിഞ്ഞു വീഴാതെ അത് സ്ഥാനങ്ങളിൽ തൻ്റെ ശക്തിയാൽ ദൈവം നിർത്തി. എന്തുകൊണ്ടാണ്? യോശുവ ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് യോശുവ പറഞ്ഞത് ദൈവം കേട്ടു. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നത് ദൈവം കേട്ട ഒരവസരം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതാണ് അത്ഭുതങ്ങളുടെ അടിസ്ഥാനം. അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെ അടിസ്ഥാനം ദൈവം എന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്.
ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു ദൈവം മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം എന്നെ വിശ്വസിക്കാൻ തുടങ്ങും. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്. അവിടെയാണ് അനുഗ്രഹം ദൈവത്തിൻ്റെ കടന്നു വരുന്നത്. ചോദിച്ചു വാങ്ങിക്കുന്ന അനുഗ്രഹമല്ല. വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല മകനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ആ അനുഗ്രഹം. ശലോമോൻ സാമ്പത്തികം ചോദിക്കാതെ ജ്ഞാനം മാത്രം ചോദിച്ച് ദൈവത്തെ ഏൽപ്പിച്ച ആ ജോലി ചെയ്യാനുള്ള ജ്ഞാനം മാത്രം ചോദിച്ചപ്പോൾ ദൈവം സകലതും കൊടുത്ത് അനുഗ്രഹിച്ച ആ അനുഗ്രഹം, അതാണ് വിശ്വാസത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ശരിയായിട്ട് ദൈവം നമ്മളെ പരീക്ഷിച്ച ഒരുപാട് സമയങ്ങളുണ്ട്. അന്നേരമൊക്കെ നമ്മൾ പരിഭ്രാന്തിപ്പെട്ടിട്ടില്ലേ? നമ്മൾ വിശ്വാസത്തിൻ്റെ പരീക്ഷയിൽ നമ്മൾ ജയിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇന്നും നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് ഞാനൊരു വിശ്വാസിയാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാലൊന്നും സംഭവിക്കത്തില്ല. ദൈവം നിങ്ങളെ ശ്രദ്ധിക്കും, നിങ്ങളെ നോക്കും, പരീക്ഷിക്കും. നിങ്ങളുടെ വിശ്വാസം ശരിയാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഇതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ലോകമറിയുന്ന ഒരു വിശ്വാസിയാക്കി ദൈവം മാറ്റുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു.